കാലങ്ങൾ ഇങ്ങനെ മാറുമ്പോഴേ അതിനനുസരിച്ച് മാർക്കറ്റിംഗ് രീതികളും വളരെയധികം മാറിയിട്ടുണ്ട്. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ഓർമ്മയുണ്ടാവും, ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഒന്ന് കുടഞ്ഞു കഴിഞ്ഞ ഒരു 3-4-5 പേപ്പർ അതിനകത്ത് വരും. ആഡുകളാണ് അതൊക്കെ. ഇപ്പൊ ചില കമ്പനികളുടെ ഇനോഗ്രേഷൻസ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചില ഓഫറുകളായിരിക്കും. അപ്പൊ അടുത്തുള്ള സ്ഥാപനങ്ങളും അല്ലെങ്കിൽ കമ്പനികളും ഒക്കെ ഇങ്ങനെയാണ് നമ്മൾ പരസ്യങ്ങൾ കൊടുത്തിരുന്നത് അല്ലെ. അല്ലെങ്കിൽ പേപ്പറിൽ ഒരുപാട് ആഡുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് കൂടാതെ ഹോർഡിങ്സ് കാണാൻ പറ്റും. അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ മാർക്കറ്റിംഗ് രീതികൾ പലതും ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. പക്ഷെ ഇപ്പൊ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് രീതികളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സോഷ്യൽ മീഡിയ. സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഫേസ്ബുക്കിലെയോ അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സിലോ ഒക്കെ പരസ്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ ഇഷ്ടം പോലെ പേരുണ്ട്. പക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്ന മറ്റൊരു ആംഗിളാണ്. ഇന്നോവേറ്റീവ് മാർക്കറ്റിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ പ്രസൻസ്. അതായത് നിങ്ങളുടെ ബ്രാൻഡിന്റെയോ നിങ്ങളുടെ കമ്പനിയുടെയോ പ്രസൻസ്. അങ്ങനെ പ്രസൻസ് ഉണ്ടാവുന്നതുകൊണ്ടുള്ള നിങ്ങൾക്ക് ഉണ്ടാവുന്ന 3 നേട്ടങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത് വിസിബിലിറ്റി ക്രിയേറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് നിങ്ങളെ പറ്റിയുള്ള ആ വിസിബിലിറ്റി, നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ചിട്ട്, നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസിനെ കുറിച്ചൊക്കെ ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യുമ്പോൾ അവസരങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. ഒരുപാട് പേര് നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാനും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനും അത് ഇടവരുത്തുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ കാര്യം. യുവർ സ്റ്റോറി ക്യാൻ ഇൻസ്പയർ അതേഴ്സ്. മറ്റൊരു കാര്യം വെച്ചാൽ നമുക്കൊരു സ്റ്റോറി ഉണ്ടാവണം. നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു സ്റ്റോറി ഉണ്ടാവണം. നമ്മുടെ പ്രോഡക്റ്റുകൾക്കും സർവീസുകൾക്കും ഒക്കെ ഓരോ സ്റ്റോറികൾ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതാണ് ആളുകളുമായിട്ട് എളുപ്പത്തിൽ കണക്ട് ചെയ്യാനുള്ളൊരു വഴി. ഇത് തീർച്ചയായിട്ടും ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അവതരിപ്പിക്കുകയും വേണം. ആളുകളിലേക്ക് അത് എത്തണം. അപ്പോഴാണ് ആളുകൾ നമ്മുടെ ബ്രാൻഡിനെ അംഗീകരിച്ചു തുടങ്ങുക. അതേപോലെ മറ്റൊന്ന്, കണ്ടന്റ് ബിൽഡ്സ് യുവർ ലെഗസി. എപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ്സുകൾ വേണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം ആക്ച്വലി നമ്മുടെ ഇനോഗ്രേഷൻസ് ആയിക്കോട്ടെ, നമ്മുടെ ഓഫറുകളായിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടാതെ തന്നെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ തന്നെ നല്ല നല്ല കാര്യങ്ങൾ കംപ്ലീറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് പ്രസന്റ് ചെയ്തേ മതിയാവും. അപ്പോൾ സ്വാഭാവികമാണെന്ന് വെച്ചാൽ ആളുകൾ മുഴുവൻ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. നമ്മളുമായിട്ട് നല്ലൊരു അടുപ്പവും ഒരു സൗഹൃദവും ഒക്കെ അവർക്ക് തോന്നുകയും ചെയ്യും. ഓക്കെ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഏറ്റവും പുതുതായിട്ട് ബിസിനസ്സിലേക്ക് കാല് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടിൽ അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ലൈഫ് ടൈമായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുകൂടാതെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 4-5 വർഷങ്ങളായി ഇതുവരെ ഇതിന് വളരാൻ കഴിഞ്ഞിട്ടില്ല, സ്കെയിലബിൾ ആയിട്ടില്ല, സിസ്റ്റമാറ്റിക് ആയിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾക്കും താഴെയുള്ള നമ്പറിൽ ഒന്ന് ബന്ധപ്പെടാം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.